അടിച്ചു കയറുമ്പോൾ ഇത്രയും വൈറലായ സ്ഥിതിക്ക് ആ ഫസ്റ്റ് ഇട്ട ആളെ എനിക്ക് കാണണം. അപ്പോൾ ഇവരാണ് ആദ്യമായിട്ട് അടിച്ചു കയറുക ഇട്ട പിള്ളേർ. ഇവരുടെ പേരാണ് ഇൻടോക്സിക് ബ്രോസ്. വിചാരിച്ച് അവരെ കാണണം, താങ്ക് യു പറയണം, അവരായിട്ട് ഡിന്നർ കഴിക്കണം. അപ്പോൾ നിങ്ങളോട് ഒരു താങ്ക് യു. അവർക്ക് ഡിന്നർ അറേഞ്ച് ചെയ്ത് തന്നെ കുബാബയിൽ വന്ന് അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മീറ്റ് ഉണ്ടാവുന്നു. എൻ്റെ ഒരു ആഗ്രഹമാണ്. മൈ വിഷ്. താങ്ക് യു. നിങ്ങളെ കാണണം. എനിക്കാണ് സന്തോഷം. ഇവരായിട്ട് ഡിന്നർ കഴിക്കണം. അങ്ങനെ ഫസ്റ്റ് ലുക്ക്. ഇനി എന്തൊരു വെയിറ്റിംഗ്. അടിച്ചു കയറിക്കോ. ചാടി വീണോ. ഞാൻ ഇപ്പോഴും പറയണം, ഇട്ട എല്ലാവർക്കും താങ്ക് യു പറയാം. എല്ലാവർക്കും താങ്ക് യു പറയണം. ഹിറ്റാക്കി എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയാണ്. ഞാൻ ആ വീഡിയോ ഇട്ടത് ആദ്യം ഇട്ട ആളെ കാണണമെന്നാണ് പറഞ്ഞത്. അതാണ് ഒരു ആഗ്രഹം. തുടക്കം വേണമായിരുന്നു. ഒരു പുള്ളി വെക്കണ്ടേ, ഡോട്ട്. അത് വെച്ചത് ഇവരാണോ? അത് ബിക്കോസ് ദ മെയിൻ ദുബായ് ജോസ് എൻ്റെ അടുത്തുണ്ട്, എന്റെ സ്വന്തം. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യാൻ, നമുക്ക് ദുബായ് ജോസ് ഇല്ലാണ്ട് ഞാൻ എന്തിനാ ചെയ്യുന്നത്. നമ്മളപ്പോ ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്തിടുന്നു, നമ്മളിത് പോസ്റ്റ് ചെയ്യണ്ടേ നമ്മൾ ലെറ്റ്സ് വെയിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു ദിവസം നമ്മൾ വെറുതെ പോസ്റ്റ് ചെയ്യുന്നു. സോ ഐ നെവർ എക്സ്പെക്റ്റഡ് ഇതേ ഒരു ചെറിയ കുട്ടികൾ പോലെ എല്ലാവരും ദുബായ് ജോസ്. സോ ദാറ്റ് ഈസ് അത് ഭയങ്കര ആ ഒരു ഹാപ്പിനെസ് ഇസ് വെരി അൺകണ്ടീഷണൽ. സോ അത് ഭയങ്കര സന്തോഷം. ഇന്ന് നിങ്ങളോട് ഇരിക്കുന്നത് വെരി ഹാപ്പി. ഭയങ്കര സന്തോഷം. We both were young. ചെറുപ്പക്കാരല്ലേ, ലവ് കണ്ടപ്പോഴേ ലവായി. ഭയങ്കര ഹാൻഡ്സം ആണ്. ഇപ്പോഴും ഉണ്ട്. അതെ, ഇപ്പോഴും ഭയങ്കര ഹാൻഡ്സം ആണ്. പക്ഷെ അപ്പൊ ഭയങ്കര ഒരു വേറെ ലെവൽ. കണ്ടിട്ട് 1 month പ്രപ്പോസ് ചെയ്ത് 2 months കല്യാണം കഴിച്ചു. ഞങ്ങള് അത്ര വേസ്റ്റ് ചെയ്തില്ല. വലിയ സമയം നീട്ടി വെച്ചില്ല. ഇത് ഞങ്ങളുടെ കഥ. ഞങ്ങളെ പോലെ മറ്റൊരു ചെയ്യണ്ട. എന്റെ പിള്ളേരോ അവര് കണ്ടിട്ടുണ്ടോ? അവര് ഭയങ്കര ഭയങ്കര കാഷ്വൽ ആണ്. ഓഹോ, ഓക്കെ. ഒന്നാമത് വീട്ടിൽ ഒരാള് സെലിബ്രിറ്റി ആകുമ്പോ പിള്ളേർക്ക് നോർമലി വലിയ കാര്യം കാണും. അപ്പുറത്തെ ആളോടായിരിക്കും. താങ്ക് യു ഒന്നും പറയണ്ട. ഫ്രം ദ ഹാർട്ട് ആണ്. താങ്ക് യു പറഞ്ഞാൽ പോയി പോകും. ഫ്രം ദ ഹാർട്ട്. Keep doing your work. ഇന്ന് ഞാനുള്ളത് ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റുമായിട്ടാണ്. കാരണം കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലാണ്. അടിച്ചു കയറി വാന്നുള്ള നമ്മുടെ റിയാസിക്കന്റെ ഒരു ഡയലോഗ് നമ്മുടെ പഴയ ഒരു മൂവിയിലെ. അപ്പം റിയാസിക്കയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ എന്നെ ഇത്രയും വൈറലാക്കിയ ആരാണ്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് പിന്നിൽ ആരാണെന്ന് റിയാസ് അതെ ആദ്യമായിട്ട് ഈ അടിച്ചു കയറി വാന്നുള്ളൊരു റീൽ ഇട്ടത് ആരാണെന്ന് റിയാസിക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ റിയാസിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോ ആദ്യം ഒന്ന് കാണിച്ചു തരാം എല്ലാവരെയും. അടിച്ചു കയറുമ്പോൾ ഇത്രയും വൈറലായ സ്ഥിതിക്ക് ആ ഫസ്റ്റ് ഇട്ട ആളെ എനിക്ക് കാണണം. എനിക്ക് 2-3 അയാളുടെ കാര്യം സംസാരിക്കണം. അയാളുടെ കൂടെ ഇരുന്ന് എനിക്ക് ഫോട്ടോ എടുക്കണം. അയാളുടെ കൂടെ ഒരു ലഞ്ചോ ഡിന്നറോ എനിക്ക് കഴിക്കണം. അപ്പൊ ആ വീഡിയോയിൽ ഇങ്ങനെ റിയാസൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അത് ആരാണെന്ന് അറിയണം, ആദ്യമായിട്ട് ഈ വീഡിയോ ഇട്ടത് ആരാണെന്ന് അറിയണം. അപ്പൊ അവർക്കൊപ്പം ഒരു ഡിന്നർ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ 4 പേര്, ഒരാളല്ല 4 പേരുണ്ട്. അപ്പോ ഇൻടോക്സിക് മീൻസ് അല്ലേ, ബ്രോസ് എന്ന് പറഞ്ഞൊരു ചാനലാണ്. അപ്പൊ അവർ 4 പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ അവരെ പരിചയപ്പെട്ടു. അപ്പൊ റിയാസൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവരാണ് ആ 4 പേര്. ആദ്യമായിട്ട് സ്നേഹ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അതായത് ആ പോസ്റ്റ് ഞാൻ ഇട്ടത് ദുബായിൽ നിന്നാണ്. ആദ്യമായിട്ട് ഇട്ടവരെ അതിലിട്ടിട്ടുണ്ട്. ടു ബി ഹോണസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ഇട്ടവരെ എനിക്ക് പരിചയപ്പെടണം, കാണണം, അവരോട് താങ്ക് യു പറയണം. കൂടെ പറ്റിയെങ്കിൽ ലഞ്ചോ ഡിന്നറോ എന്ന് പറയണം. പക്ഷെ ഇന്ന് നമുക്ക് ഡിന്നറായി മാറി. അപ്പൊ സ്നേഹയാണ് വിളിച്ചത്. ഞാനാണ് ഇവരെ വിളിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തെ ഇവരാണ് അത് പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബറിൽ എന്തോ ഇവര് കുറെ പേര് വന്നു, ഇഷ്ടംമാരി പേര് വന്ന് മെസ്സേജ് അയച്ചു. നമ്മൾ അതിന്റെ വീഡിയോ ലെങ്ത് നോക്കി, ഡേറ്റ് ആൻഡ് ടൈം നോക്കി, വർഷം നോക്കി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണം, ഇട്ട എല്ലാവർക്കും താങ്ക് യു പറയണം. എല്ലാവർക്കും താങ്ക് യു പറയണം. ഹിറ്റാക്കി എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയണം. കുറേ പിള്ളേരുണ്ടായിരുന്നു.
പക്ഷേ ഇവര് ഇൻടോക്സിക് ബ്രോസ് ആണ്. ഡിസംബറിൽ ഫെബ്രുവരി 1 പോസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 1 ആണ് ഇത് അവരിട്ടത്. സോ ഇതിനപ്പുറം വരാനും വന്നിട്ടില്ല. അതുകൊണ്ട് ഇവർ 4 പേര്. നിങ്ങൾ 4 പേരെ ഒന്ന് പരിചയപ്പെടുത്തുക. റിയാസിന്റെ പേര് അറിയത്തില്ലായിരിക്കും. ആരൻ, അനന്തു, അക്സം, അക്സം, സാഹിൽ. സാഹിൽ. താങ്ക് യു. ഓക്കെ, നിങ്ങൾ അപ്പം എനിക്കും അറിയേണ്ടത് അതേപോലെ നമ്മുടെ ഉമാമാമും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എവിടെ നിന്നാണ് ഈ തോട്ട് വന്നത്. കാരണം വെറുതെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആക്ടിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ട് റിയാസൊക്കെ എൻ്റെ പഴയ ആ ഒരു വീഡിയോ എടുത്ത് ഇത്രയും വൈറലാക്കിയിരിക്കുന്ന അതെങ്ങനെയാണ് ആ തോട്ടൊക്കെ വന്നത് അല്ലേ? പറഞ്ഞോ. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ കുറെ ആൾക്കാർ ഈ പുറത്ത് പഠിക്കാൻ പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടൊക്കെ ഈ അടുത്ത് തന്നെ പോയായിരുന്നു. അപ്പം ഇവർക്ക് വേണ്ടി ഒരു ടോൾ ഉണ്ടാക്കണം എന്നുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ മൂവി പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മൂവി നമ്മൾ യൂട്യൂബിൽ കണ്ടു. ഈ ഒരു പർട്ടിക്കുലർ ഡയലോഗ് മറ്റേ ആദ്യം ക്യാച്ചായിട്ട് വന്നിട്ട് കള്ളോ കപ്പയോ അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഈ ഒരു ഡയലോഗിനൊക്കെ ഒരു ക്യാച്ച് ആയിരിക്കും തോന്നി. പിന്നെ നമ്മൾ വെറുതെ പോസ്റ്റ് ഇട്ടതാണ്. നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ട് കുറച്ച് 2 മാസം കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം വേറെ വീഡിയോസ് വന്നു തുടങ്ങി. ഭയങ്കര അത് വന്നുകൊണ്ട് ഇപ്പൊ ഈ അടിച്ചു കയറുക എല്ലാ ഇമോഷനിലേക്ക് വന്നു കയറിയത്. എല്ലാ ഇമോഷനിലും വന്നു. അതായത് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ഇട്ടതിന് ശേഷം പിന്നെ കുറെ വീഡിയോ എഡിറ്റിംഗ് പേജസ് ഒക്കെ ഉണ്ട്. ആഫ്റ്റർ എഡിറ്റ്സ്, BS6 എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചാനലുകളുണ്ട് ഇൻസ്റ്റാഗ്രാം. അവരിട്ടതിന് ശേഷമാണ് പിന്നെയും ഹൈപ്പിലേക്ക് വന്നത്. ഞാൻ അതാ പറഞ്ഞത്. ഞാൻ എല്ലാവരോടും താങ്ക് യു പറയണം പ്രത്യേകിച്ച്. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ ഇട്ട് ഫസ്റ്റ് ഇട്ട് താരാണ്. ആഫ്റ്റർ അങ്ങനെ കുറേ പേര് പറഞ്ഞല്ലോ, ആഫ്റ്റർ ഡേറ്റ്സ് അങ്ങനെ കുറേ ഇഷ്ടംമാരുണ്ട്. എല്ലാവരും കൂടി ചേർന്നാണ് ഇത്ര വൈറലാക്കിയത്. ഞാൻ ആ വീഡിയോ ഇട്ട് ആദ്യം ഇട്ട് ആളെ കാണണമെന്നാണ് പറഞ്ഞത്. അതാണ് ഒരു ആഗ്രഹം. തുടക്കം വേണമായിരുന്നു. ഒരു പുള്ളി വെക്കണ്ടേ, ഡോട്ട്. അത് വെച്ചത് ഇവരാണെന്ന് പറഞ്ഞു. അതെ, ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്തത്. ഉമാമാമ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ നിങ്ങള്? പിന്നെ ദുബായ് ജോസ് ഇല്ലാണ്ട് ഞാൻ എന്തിനാ ചെയ്യുന്നത്? മാം നോക്കിയപ്പോ എല്ലാരും ചെയ്തിപ്പോ ഞാനായിട്ട് എന്തിനല്ലേ അതായിരുന്നു ആ ഒരു മൊമെന്റ് ചെയ്യാനുള്ളത്. അത് ബിക്കോസ് ദ മെയിൻ ദുബായ് ജോസ് എൻ്റെ അടുത്തുണ്ട്, എന്റെ സ്വന്തം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യാൻ നമുക്ക്. ബിക്കോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ശരി, ഇതും വൈറലാക്കാൻ നമുക്കത് പറഞ്ഞിട്ടാണ്. പക്ഷെ നല്ല റീച്ച് ഉണ്ട്. ബട്ട് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കാണ് ഫസ്റ്റ് താങ്ക് യു പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചു ഇത്രയും ഇങ്ങനെ കത്തിക്കേറും ഇത്രയൊക്കെ വൈറലാകും എന്നൊക്കെ? ആക്ച്വലി ഞാൻ ആദ്യം ഒക്ടോബറിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടുമ്പോൾ നമ്മൾ വിചാരിച്ചില്ല. നമ്മളപ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്തിടുന്നു, നമ്മളിത് പോസ്റ്റ് ചെയ്യണ്ടേ എന്നൊക്കെ നമ്മൾ ലെറ്റ്സ് വെയിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു ദിവസം നമ്മൾ വെറുതെ പോസ്റ്റ് ചെയ്യുന്നു. സോ ഐ നെവർ എക്സ്പെക്റ്റഡ് ഇത് ഒരു റീച്ച് എത്തുന്നു. പക്ഷേ ഇത് താങ്ക് യു പറയാൻ കുറേ റീസൺസ് ഉണ്ട്. ഞാൻ വീണ്ടും പറയണം, താങ്ക് യു എല്ലാവരുമായിട്ടുണ്ട്. ഓൾ ദ പീപ്പിളാണ് താങ്ക് യു. ഒരു ജനറേഷൻ എന്നറിയില്ല. ഒരു ജനറേഷൻ, അതായത് ദ ന്യൂ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ, ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഇപ്പോൾ അവർ കാണുന്നേ അവർക്ക് അറിയുള്ളൂ. അവരുടെ മനസ്സിനുള്ളിലേക്കാണ് ഇത് പോയി ചേർന്നത്. ഒരു ജനറേഷൻ അറിയപ്പെട്ടു. അതുകൊണ്ട് ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ദേ നോ മീ ആസ് ദുബായ് ജോസ്. സോ ദാറ്റ് ഈസ് അത് ഭയങ്കര ആ ഒരു ഹാപ്പിനെസ് ഇസ് വെരി അൺകണ്ടീഷണൽ. സോ അത് ഭയങ്കര സന്തോഷം. ഇന്ന് നിങ്ങളോട് ഇരിക്കുന്നത് വെരി ഹാപ്പി. ഭയങ്കര സന്തോഷം. നിങ്ങൾ റിയാസിക്കുന്ന ഇതാണോ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ, അതോ നേരത്തെ ചെയ്തിട്ടൊക്കെ ഉണ്ടോ? മീൻസ് പോസ്റ്റ് ചെയ്യാറുണ്ട് കുറേ കാലമായിട്ട്. അത് ഏത് സിനിമയിലായിരുന്നു എന്റെ? അത് ഏതാ ആദ്യം പണ്ടുണ്ടാക്കിയ വീഡിയോ ആയിരുന്നു, പക്ഷെ അതധികം റീച്ച് ആയില്ലായിരുന്നു. പിന്നെ ഉണ്ടാക്കിയതാണ് കത്തി കയറിയത്. നിങ്ങളിങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ കാണുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മിങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ നമ്മളെ വൈറലാവും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ മീം ഉണ്ടാക്കിയതിന് ശേഷം ഈ എഡിറ്റ്സ് ഒക്കെ ഇറങ്ങിയല്ലോ, അത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കത്തിക്കയറി കണ്ടപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞു, എടാ നമ്മളാണല്ലോ ഇത് ആദ്യം ഉണ്ടാക്കിയത്, ഈ ഡയലോഗ് കറക്റ്റ് വന്നത് നമ്മുടെ മീമിലാണല്ലോ, എന്നിട്ട് എല്ലാവരും എഡിറ്റ്സിനുള്ള പുകഴ്ത്തി അങ്ങനെ കൊണ്ടുപോകണേ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞങ്ങൾ. പിന്നീട് ഇത് നമ്മളൊട്ടും പ്രതീക്ഷിക്കണല്ലോ. പിന്നെ നിങ്ങൾ വിചാരിച്ച അപ്പോ സർ പറയൂ ഇല്ല, നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു മീറ്റ് തന്നെ ഉണ്ടാവുന്നു. എൻ്റെ ഒരു ആഗ്രഹം, മൈ വിഷ്. താങ്ക് യു. നിങ്ങളെ കാണണം.
സാറിന് എനിക്ക് തോന്നുന്നു ഇത്രയും ഉള്ളൊരു ഹൈപ്പ് ഇട്ടൊരു വീഡിയോ വേറെ ഇല്ലല്ലേ സോഷ്യൽ മീഡിയയിൽ? ഇല്ല ഇല്ല ഇല്ല, അത് ഓരോരുത്തർക്കും ഓരോപോലെ ഹൈപ്പ് വരും. എനിക്ക് വന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഇതിന് എക്സ്ട്രീം ആയിട്ട് ഇനി വരാനേ ഇല്ലായിരിക്കും. ഐ മീൻ വീഡിയോ ലെവലിലല്ലേ? എന്തെങ്കിലും വന്നോട്ടെ ഇനി. അല്ലെങ്കിൽ അതെ അതെ അങ്ങനെ വരട്ടെ. പക്ഷെ ഈ അടിച്ചു കയറി എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് വേറെ മൂവിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാൽ പോലും ഇത്രയും പഞ്ച് ഡയലോഗ് അത് കുറേ ആയിട്ട് കണക്ട് ആയി പോയി. കണക്റ്റഡ് ഒരു ലോക്കൽ സ്ലാങ്ങേ മാറി. എല്ലാവരുടെയും ഇമോഷൻ കണക്ട് ആയി. ജസ്റ്റ് കണക്റ്റഡ് ടു എവറിത്തിങ്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഇക്കേന്റെ ആഗ്രഹമായിരുന്നു നമ്മൾ ആ ഫസ്റ്റ് ആളുകൾക്കൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ക്യുബാബ എന്ന് പറഞ്ഞ നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് എടപ്പള്ളിയിൽ. അപ്പം ഇവിടെയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇക്കേന്റെ ഇവിടെ ഡിന്നർ. ഇക്കേനോടൊക്കെ ഡിന്നർ കഴിക്കുന്ന അറിയോ? എന്ത് വലിയ ഭാഗ്യമാണെന്ന് അറിയോ? എനിക്കാണ് സന്തോഷം. ഇവരായിട്ട് ഡിന്നർ കഴിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അതെ, ഇത് നമ്മുടെ മന്തിയാണ് കേട്ടോ. ഡിന്നറിൽ നമുക്ക് മന്തിയാണ്. ചേട്ടാ ഇവിടുത്തെ സ്പെഷ്യൽ മന്തിയാണോ? ഇവിടുത്തെ സ്പെഷ്യൽ ആണോ? ഇതാണ് കുബാബയുടെ ആള്. പറഞ്ഞോട്ടാ. ഇക്കയുടെ പേരെന്താ? സജീവ്. ആ ശരിക്കും ആക്ച്വലി 2.5 വർഷമായിട്ട് ആലപ്പുഴ, 3 വർഷമാകുന്നു ആലപ്പുഴയിൽ. എറണാകുളത്ത് ജസ്റ്റ് 6 months ആയി. അപ്പൊ ഇവരാണ് ആദ്യമായിട്ട് അടിച്ചു കയറിയ ഇട്ട് പിള്ളേർ. ഇവരുടെ പേരാണ് ഇൻടോക്സിക് ബ്രോസ്. അപ്പൊ അവർക്ക് ആണ് ഞാൻ വിചാരിച്ച അവരെ കാണണം, താങ്ക് യു പറയണം. അവരായിട്ട് ഡിന്നർ കഴിക്കുന്നത് ഇപ്പൊ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളോട് ഒരു താങ്ക് യു. അവർക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തു. കുബാബയിൽ വന്ന് അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ താങ്ക് യു സോ മച്ച്. ഇതാണ് ഞങ്ങളെ ഏറ്റവും സ്പെഷ്യൽ അൽ ഫസ്ലൂഫ്. ഇനി എന്തൊരു വെയിറ്റിംഗ്? അടിച്ചു കയറിക്കോ. ചാടി വീണോ? കുബാബ സ്പെഷ്യൽ ബാർബിക്യൂ Dynamite, new launching, new introducing Dynamite. Dynamite taste. Dynamite. Peri peri. Okay. സാറ് ഇഷ്ടമുള്ളത്. ശരി. Dynamite എവിടെ? Dynamite. This one is Dynamite. அவங்களுக்கு சர்வ் பண்ணு சார். Okay, sir. Dynamite. മാമിനോട് Dynamite. ഞാൻ തരാം എല്ലാ ഐറ്റം കുറച്ച് പോർഷനുകളിൽ എല്ലാം ടേസ്റ്റ് ചെയ്യാം. കാണിക്കോ പ്ലേറ്റ് ആണ്. സർ ഞാൻ പറഞ്ഞു ഒരു പിടി ഞാനിടാം. ഓക്കെ. പിന്നെ നിങ്ങൾ ഇട്ടോളൂ. താങ്ക് യു എന്തല്ല ഇക്കൊക്കെ നമുക്കൊരു വേണ്ട കുഴപ്പമില്ല. എപ്പോഴും അതായിപ്പോ മാമിനോട് ഇല്ല അത് ഓ മാമിന് ഏത് ഇതാണ് ഇല്ല വിൽഷ പക്ഷെ നിങ്ങൾ ഇട്ടോട്ടാ. സാർ റൈസ് വേണ്ട ഇക്കൊക്കെ ഏതാണ്? ഡൈനമൈറ്റ് അടിപൊളി. മാം കഴിക്കുക. മാമിന് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഞാൻ വീണ്ടും എടുക്കുന്നു. പകുതി ഫസലു മതി. കട്ട് ചെയ്ത് തരാം. ആരെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് പീസ് എടുത്തു. സോറി മാം. ഇതെടുത്തോ. പെരി പെരിയാണ്. ഞാൻ അപ്പുറം കഴിക്കാം. ബാർബിക്യൂ ആണ്. നിങ്ങൾ റൈസ് ഇട്ടോട്ടാ. ജംപ് ഇൻ ആൻഡ് ഈറ്റ്. വീട്ടിൽ പറഞ്ഞോ ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ അന്വേഷണം. താങ്ക് യു. അടിച്ചു കയറി കുതിച്ചോ. കുബാബയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന് പോകുന്നത് എല്ലാവരും വന്നിട്ടുണ്ട്. കുബാബയിൽ വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആണ്. റൈസ് ഒന്നും വേണം. ഓക്കെ
ഡയറ്റ് എന്നല്ല, എൻ്റെ ഫുഡിൻ്റെ രീതികളാണ് കുറേ വർഷങ്ങളായി. ഒരു ലാസ്റ്റ് 20-25 ഇയേഴ്സ് എൻ്റെ ഫുഡിൻ്റെ രീതി വരാം. മസാല ചേർക്കില്ല, വലിയ ബ്ലണ്ട് ഫുഡാണ്, സ്റ്റീംഡാണ്. റൈസ് കഴിക്കും, പക്ഷേ ഒരു 4-5 പ്രാവശ്യം വേവിച്ച റൈസ് കഴിക്കും. സ്റ്റീംഡ് വെജിറ്റബിൾസ് എല്ലാം, ഫിഷ്, ചിക്കൻ, ബീഫ് എല്ലാം കഴിക്കും. ബട്ട് ഇത് എല്ലാം സ്റ്റീംഡ് ആയിരിക്കും. മാം കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ ഇക്കയ്ക്ക് വേണ്ടി? സ്പെഷ്യലൊക്കെ കുക്കിൻ്റെ ആളാണ്. ആണോ? മാം കുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ഇക്കയ്ക്ക്? ആ, ഈ ഹാസ് ഓൺലി ബ്ലണ്ട് ആയിട്ടില്ലേ, അത് കുക്കിംഗ് ഒന്നും അത്ര ഒരു പാടുപെടണ്ട. എൻ്റെ വീട്ടിലാണ് ഭയങ്കര. പക്ഷെ ഉമ്മയുടെ പാട് എനിക്കൊരു ഫുഡ് ഉണ്ടാക്കണം, പിള്ളേർക്കൊരു ഫുഡ് ഉണ്ടാക്കണം. പിന്നെ എൻ്റെ അമ്മയുണ്ട്. എൻ്റെ അമ്മക്ക് പ്രത്യേകിച്ച് ഒരു കേരള ഫുഡ് വേണം. ഉമ്മയുടെ അമ്മയുണ്ട്. ഓക്കെ, അവർ വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ. അപ്പം അങ്ങനെ ഞാൻ വലിയ പാടാണ്. അപ്പൊ കൊറേ ഫുഡ് ഉണ്ടാക്കണല്ലേ? ലാസ്റ്റ് എല്ലാം കൂടി ഉണ്ടാക്കി എടുത്ത് കഴിക്കണം. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? എനിത്തിങ് ടേസ്റ്റി. അല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവർക്കും ബീഫ് ഇഷ്ടമാണ്. ബീഫ് ഇഷ്ടമാണ് എല്ലാവർക്കും. ബിരിയാണി ആയിരിക്കും അല്ലേ പെട്ടെന്ന് പറയും? പൊറോട്ട, ബീഫ് റോസ്റ്റ് അല്ലേ? മാം ആക്ച്വലി ചെന്നൈ തന്നെയല്ലേ ജനിച്ചു വളർന്നതൊക്കെ? അപ്പൊ ഇക്കനോട് കൂടിയിട്ടാണ് ഇത്ര നന്നായിട്ട് മലയാളം പറയുന്നത്? ഇവരില്ല, എൻ്റെ മദറിലോ പിന്നെ അവരുടെ വീട്ടിൽ ഇല്ലെങ്കിലും ഞാൻ പറയും മലയാളം അറിയാം. മാം ഇങ്ങനെ വന്നിരുന്നപ്പോ ഞാൻ വെച്ചത് മലയാളം അറിയോ, അപ്പൊ സംസാരിച്ചപ്പോഴാവും മലയാളം ഒക്കെ നന്നായിട്ട് അറിയാം. എന്താണ് കൊച്ചി തന്നെയാണ്. അല്ല, ഞാൻ ഇതിനു വേണ്ടി വന്നതാണ്. എനിക്ക് ഇന്നലെ ഒരു ഈവെന്റ് ഉണ്ടായിരുന്നു, ഇന്നൊരു ഈവെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈവെന്റിൽ ഞാൻ ഐ വാസ് നോട്ട് ഷുവർ നിങ്ങൾ കിട്ടുമോ ഇല്ലയോ, നിങ്ങൾ ഫ്രീ ആണോ, ഫ്രീ ആണ്, നിങ്ങൾക്ക് വരാൻ പറ്റുമോ, അതൊക്കെ എൻ്റെ ഡൗട്ട്സ് ആയിരുന്നു. പക്ഷേ ആളതില്ല. അതെ, ഞാനിന്ന് ആദ്യമായിട്ട് വിളിച്ച് പറഞ്ഞില്ലേ ഇക്കായിട്ട് മീറ്റ് ഒക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് ആ ഒരു മൊമെന്റ് തോന്നിയത്? ശരിക്കും അപ്പനോട് പറഞ്ഞു, ഞാനൊന്ന് അവരോട് ആലോചിച്ചിട്ടൊക്കെ പറയാം. കാരണം ഫേക്ക് ആണോ ഇനി പ്രാങ്ക് ചെയ്യാൻ ആരെങ്കിലും വിളിച്ചാണെന്നൊക്കെ ഉള്ള ഇവർക്കൊരു ഡൗട്ട് അല്ലേ. ഒരാൾ പിന്നെയാണ് വന്നത് ലാസ്റ്റ്. വീട്ടിലൊക്കെ എന്ത് പറഞ്ഞു? ഇക്കാനെ മീറ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. ഇവരാർക്കും അറിയാതാണ് ചെയ്തോണ്ടിരുന്നത്. ഇത് പ്രൊഫഷൻ ഒക്കെ വേറെയാണ്, IT ജോബ്സ് ഒക്കെ ഉള്ളവരാണ്. ചോദിച്ചു എന്താണെന്ന്. അപ്പൊ അവർക്ക് വീട്ടുകാരെ അറിയാതെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീട്ടുകാരെ അറിയാം. നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറഞ്ഞു ആക്ച്വലി ഇത്രയും വൈറലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് അവർക്കൊക്കെ അറിയാതിരിക്കുമല്ലോ ഓൾറെഡി ചെയ്യുന്നത്. യൂഷ്വലി എന്താണ് വീക്കെൻഡ് പ്രോഗ്രാം പ്ലാനിങ്? നാലുപേരും എപ്പോഴും ഒരുമിച്ചാണോ? അല്ല, ഞങ്ങൾ മിക്കപ്പോഴും ആണോ? ഏതാണ് സ്കൂളിൽ? മീനായിരുന്നു. ഓക്കെ, കോളേജ് ഐസാറ്റ്. വേറെ വേറെ സ്ഥലത്തായിരുന്നു പഠിച്ചത്. ഞങ്ങൾ ഫ്രം 7th സ്റ്റാൻഡേർഡ് ഞങ്ങൾ ഫ്രണ്ട്സാണ്. ശരി, ഇവര് 7th സ്റ്റാൻഡേർഡ് ഫ്രണ്ട്സ്. നിങ്ങൾ? നമ്മൾ കോളേജിൽ മീറ്റ് ചെയ്തു. നാലുപേരും പിന്നെ മീറ്റ് ചെയ്ത് എവിടെയാണ്? ഞങ്ങൾ മൂന്നുപേരും കോളേജിൽ മീറ്റ് ചെയ്തു. ഇവരെ ഇവരുടെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അപ്പൊ ഞങ്ങൾ ആദ്യം ഇനീഷ്യലി ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങാം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് 3-4 years മുന്നേ. ഓക്കെ, പോഡ്കാസ്റ്റ് ചാനൽ എന്നുള്ള രീതിയിൽ തുടങ്ങി. അപ്പൊ ഇവൻ പറഞ്ഞ ഞാൻ കുറച്ച് മീംസ് പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലാണ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വാട്സാപ്പിൻ്റെ. അപ്പോഴാണ് ഇവൻ പറഞ്ഞത് ഞാൻ മീംസൊക്കെ ഉണ്ടാക്കും, അത്യാവശ്യം ഞാൻ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം എന്നാൽ പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം, ചാനൽ തുടങ്ങാം, ഇൻസ്റ്റാഗ്രാം ചാനൽ തുടങ്ങാം. അങ്ങനെ ഇൻടോക്സിക് ബ്രോസ് എന്ന് പറഞ്ഞ് ചാനൽ തുടങ്ങി. അങ്ങനെ മീംസ് ഓരോ ദിവസവും ഡെയിലി മീംസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടന്റ് ഇവൻ പറയും, അങ്ങനെ ഉണ്ടാക്കി ഇതും വന്ന് അങ്ങനെ ഇത് എഡിറ്റിങ്ങിന്റെ കാര്യത്തില് ഇവനാണ് പുലി ശരിക്കും. കോളേജിലൊക്കെ എല്ലാ വീഡിയോസ് ഒക്കെ എഡിറ്റ് ഒക്കെ ചെയ്ത് ഇവിടെയൊക്കെയാണ് എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യണത് ആളാണ്. നിങ്ങൾ പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ടോ? തെറ്റിന്റെ ഭാഗത്താണ് സൂര്യ. ഏതാ
തെറ്റിന്റെ ഭാഗത്ത് ശരിയാ. ചെയ്തിട്ടുള്ള ചെയ്തിട്ടില്ല. നമ്മൾ പക്ഷെ ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സൗണ്ട് ഭയങ്കര കാച്ചാണ്. അത് വർക്കാവുന്ന മെയിൻ കാരണമാണ്. ഞാൻ ആക്ച്വലി ഇക്കേന്റെ ഇന്റർവ്യൂ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോ മാമിന് വേണ്ടി ഒരു സെഗ്മെന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിളിച്ചപ്പോ കോള് കിട്ടിയില്ല. എന്നോട് പറഞ്ഞു നല്ല ബിസി ആണെന്നൊക്കെ. ശരിക്കും സാറ് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ പ്രണയവിവാഹം ഒക്കെ ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും ഇക്കയിൽ കണ്ടൊരു ക്വാളിറ്റി കല്യാണം കഴിക്കാൻ, മാരേജ് ചെയ്യാന്നൊക്കെ ഉള്ള തോന്നാൻ? വി ബോത്ത് വെരി യങ്. ചെറുപ്പക്കാരല്ലേ, ലവ് കണ്ടപ്പോഴേ ലവ് ആയി. ഭയങ്കര ഹാൻഡ്സം ആണ്, ഇപ്പോഴും ഉണ്ട്. അതെ, ഇപ്പോഴും ഭയങ്കര ഹാൻഡ്സം ആണ്. പക്ഷെ അപ്പൊ ഭയങ്കര ഒരു വേറെ ലെവൽ. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തേ? ഉമ്മാമയാണ് പ്രപ്പോസ് ചെയ്തേ? ശരിക്കും മാമാണായിട്ട് പ്രപ്പോസ് ചെയ്തേ? വാട്ട് ടു ഡു? മാമിന് അത്രയ്ക്ക് ഇഷ്ടം, എപ്പോഴാണ് ഇഷ്ടം തോന്നിയത് ഇക്കേനോട്? കണ്ടിട്ട് 1 month പ്രപ്പോസ് ചെയ്ത് 2 months കല്യാണം കഴിച്ചു. ഓ, ഞങ്ങൾ അത്ര വേസ്റ്റ് ചെയ്തില്ല. വലിയ സമയമൊന്നും നീട്ടി വെച്ചില്ല. ഉടനെ ഫിക്സ് ആയി ഞങ്ങൾ. ഓക്കെ, ഇതാണ് ലൈഫ് പാർട്ണർ. ഓ, സോ വി ഫിക്സ്ഡ് എവറിത്തിങ്. ഇത് ഞങ്ങളുടെ കഥ, ഞങ്ങളെ പോലെ മറ്റൊരു ചെയ്യണ്ട. ഓക്കെ, ഞങ്ങളുടെ കഥ ഞങ്ങൾ പണ്ട് സിറ്റുവേഷൻസ് വെരി ഡിഫറെന്റ്. പക്ഷെ ഇപ്പോ പറയും. ശരിക്കും ആക്ടർ ആയതുകൊണ്ടാണോ ഇത്രയും ഹാൻഡ്സം ആയതുകൊണ്ടാണോ, ഏതാണ് ചൂസ് ചെയ്തത്? ലവ്. ലവ് അതൊക്കെ പിന്നീടുള്ള പാർട്ടി. ഇപ്പോഴും ഇത്രയും നിങ്ങൾ, ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ബോണ്ടിങ് ആണ് ഇപ്പോഴും. ഇത്രയും ബോണ്ടിങ് ആയിട്ട് ഇത്രയും ലവ് ബോർഡോടൊക്കെ ഇപ്പോഴും എന്താ റീസൺ? എന്താ ആ ഒരു ബോണ്ടിങ്ങിന് രഹസ്യം, സീക്രട്ട് ഓഫ് ലവ് പറയാൻ പറ്റുമല്ലോ. സം റീസൺസ് കനോട്ട് ബി ടോൾഡ് എന്നല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ പാടാണ്. അപ്പൊ നമ്മളൊരു എങ്ങനെ അമ്മയുടെ സ്നേഹം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം? അല്ലെ, നിങ്ങൾ തമ്മിൽ സ്നേഹം പറയാൻ പറ്റില്ല. ജസ്റ്റ് അൺകണ്ടീഷണൽ. അതാണ് ഇവിടെ. റിയാസൊക്കെ ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയാസൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ മാമിന് പെട്ടെന്ന് വിഷമം വരും ആളല്ലേ? ബിക്കോസ് അത്ര ഹി വിൽ നോട്ട് റിയാക്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. എന്താണ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഭയങ്കര മൂഡ് ഔട്ട് ആയിപ്പോവും, പിന്നെ ദേഷ്യം വരും. ബട്ട് ഹി വിൽ കം ആൻഡ് സ്പീക്ക് ടു മീ. ഞാൻ പോവില്ല. ഇവരാണ് ഭയങ്കര വെരി നൈസ് മാൻ. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വെരി നൈസ് ആണ്, ഇവിടെ വെരി നൈസ്. ഓ, അപ്പൊ നിങ്ങൾ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ദേഷ്യം പിടിക്കുമ്പോ ഇക്ക എന്താ പോയി പറയുന്നത്? ഇങ്ങനെ ഒന്ന് സോപ്പിടാനൊക്കെ വല്ല കാലൊക്കെ പിടിച്ച് അമ്മയ്ക്ക് കൊടുക്കും. ആണോ? കാലൊക്കെ പിടിച്ച് അമ്മയ്ക്ക് കൊടുക്കും. അങ്ങനെ ഓ, അങ്ങനെ മറ്റേ പിണക്കമൊക്കെ മാറ്റും. ഓക്കെ. ഓ, എന്തായാലും ഇപ്പോഴും ഭയങ്കര ലവിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നുന്നു. ലവ് എപ്പോഴും കാണണം. ഹസ്ബൻഡ് വൈഫിന് ലവ് കാണണം, ഫ്രണ്ട്സും തമ്മിൽ ലവ് കാണണം. നമ്മൾ പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇഷ്ടപ്പെടും. എല്ലാവരും ഇഷ്ടപ്പെടും. ഇപ്പം ഇങ്ങനെ എല്ലാ ഫംഗ്ഷനും പോകുമ്പോൾ മാമും ഇങ്ങനെ കൂടെ പോകാറുണ്ടോ? എല്ലാ ഫംഗ്ഷനും പോകില്ല. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് കാണണമായിരുന്നു. ഞാൻ പറഞ്ഞ ഞാനും വരാം. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? സാറിനെ കാണുമ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നോ? അവര് എക്സൈറ്റഡ് ആണ്. ചില കാര്യം ഇപ്പോ ഞാൻ പണ്ടത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ചെന്നൈയിൽ ഒരു സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യണമായിരുന്നു. വിജയവാഹൻ ഒരു സ്റ്റുഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാലത്ത് വന്ന പോലെ അപ്പുറത്ത് ഭയങ്കര ബഹളവും അനക്കവും ഒക്കെ, ഭയങ്കര കാര്യങ്ങൾ. അപ്പോൾ എന്താണ്, ആരാണ് വരുന്നത് നോക്കിയപ്പോൾ അമിതാഭ് ബച്ചൻ വരും. അമിതാഭ് ബച്ചൻ വരും. അപ്പോൾ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അമിതാഭ് ബച്ചനെ കാണണം, ഇങ്ങനെ കാണണം. അങ്ങനെ വന്ന് 4:30 മണി വൈകുന്നേരം അപ്പോൾ പുള്ളി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. ഇങ്ങനെ നോക്കിയിരുന്നു. എല്ലാവരും കൂടി പോയി. അപ്പോൾ ഇതുപോലെയാണ് പുള്ളിനെ കാണുമ്പോൾ എന്താണ് ചോദിക്കുക, എന്താണ് പറയാൻ ഒരു പിടുത്തമില്ല. കയറി പേപ്പറൊക്കെ കൊടുത്ത് ഓട്ടോഗ്രാഫ് സാർന്ന് വിളിച്ച് ഇട്ടത് വാങ്ങിച്ചപ്പോൾ അത് കീറിപ്പോയി. അവിടെ പേപ്പർ കീറിപ്പോയി. പിന്നെ പുള്ളി പോയി അങ്ങനെ നോക്കിയത്. ഇതേപോലെ നമ്മള് അമിതാഭ് ബച്ചൻ സാറിന്റെ കാര്യം പറഞ്ഞ പോലാണ്. ഇക്കയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പൊ ഇക്കനെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ എന്റെ മനസ്സിൽ പഴയ ഇക്കന്റെ മുഖമാണ്. കാരണം ഞാൻ കുഞ്ഞിലെ മുതൽ കണ്ട ആ സിനിമയിലെ മുഖമാണ് ഇപ്പോഴും. അല്ലാതെ ഇപ്പോഴത്തെ മുഖവും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. ആ സമയത്ത് ബാലേട്ടൻ അങ്ങനെയുള്ള ഫിലിംസിലെ മുഖമാണ് ഇല്ല. അതെ അതെ. ഇതിപ്പോ ഫഹദിന്റെ പടത്തിലുള്ള പടത്തിന്റെ ഗെറ്റപ്പാണ് അഭിനയിക്കുന്ന. ഈ വീഡിയോ ആദ്യം വൈറലായി ഇങ്ങനെ ശ്രദ്ധിച്ചത് എപ്പോഴായിരുന്നു? വാട്ട് വാസ് യുവർ റിയാക്ഷൻ? ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ്
ഞാൻ പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ലോ പ്രൊഫൈൽ ഒരാളാണ്, വലിയ ശ്രദ്ധിക്കാറില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ നോക്കട്ടെ. നിങ്ങൾ ഇട്ട കാരണം കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ കൂടുതൽ നോക്കാൻ തുടങ്ങിയത്. ഞാൻ ഇൻസ്റ്റയിലേക്ക് കൈ കുത്താൻ തുടങ്ങിയത് ബിക്കോസ് ഓഫ് യു ഗൈസ്. അപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കറിയാതെ, നമുക്ക് സെൽഫായിട്ട് അറിയാമല്ലോ ഇത് എന്താണ്, ഇത് കയറുന്നുണ്ടല്ലോ. പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. എത്ര മിനിറ്റായി ആ ഒരു നിങ്ങളിട്ട വീഡിയോ? 1 million plus. 1 million. എനിക്കൊന്ന് വേറെ ചാനൽസിന് വേറെ പേജിനൊക്കെയാണ് അത് ഒരുപാട് റീച്ച് ആയി. പക്ഷെ ക്രിയേറ്റേഴ്സിന് ഇതിന് പിന്നിൽ ഇവരാണെന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് അവകാശമായിട്ട് നിക്കിക്ക് ഒരുപാട് മെസ്സേജ് വന്നു. ഞാനതാ പറഞ്ഞത്, ഞാനത് ഒരാൾക്കായിട്ട് പറയുന്നില്ല, എല്ലാവർക്കുമായിട്ട് താങ്ക് യു പറയാണ്. പക്ഷെ എൻ്റെ ക്യൂരിയോസിറ്റി, എൻ്റെ തേടുതൽ ഫസ്റ്റ് ഇട്ടതാരാണ്, ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞു. ആദ്യം ഇട്ട ആരാണ് അവരോട് താങ്ക് യു പറഞ്ഞു. ഞാൻ എല്ലാവരോടും താങ്ക് യു പറഞ്ഞു. ഇപ്പൊ മക്കളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ ഉമ്മാൻ പറഞ്ഞു എനിക്ക് ചെയ്യണം, മക്കളൊക്കെ എന്താണ് ഇക്ക പറഞ്ഞത്? എന്റെ പിള്ളേരോ? പിള്ളേര് അവര് കണ്ടിട്ടുണ്ടോ? അവര് ഭയങ്കര അത് വീഡിയോ ഭയങ്കര കാഷ്വൽ ആണ്. ഓഹോ, ഓക്കെ. മുമ്പേ പറഞ്ഞു പിള്ളേർക്കൊന്നും അതൊന്നും വലിയ കാര്യമില്ല, അതല്ല അങ്ങനെ. ബിക്കോസ് ദേ ആർ ഇൻ ദെയർ ഓൺ വേൾഡ്. മൂത്തമോൻ ഹീറോ ആയി. ഒന്നാമത് വീട്ടിൽ ഒരാൾ സെലിബ്രിറ്റി ആകുമ്പോൾ പിള്ളേർക്ക് നോർമലി വലിയ കാര്യം കാണില്ല, അപ്പുറത്തെ ആളോടായിരിക്കും. അവർക്ക് ആരെയും ഇഷ്ടമായിട്ട് വിജയ് ഫാൻ ആണല്ലേ? മോന് അജിത്, ഇളയമോൻ വിജയ്. ഓക്കെ. മാം ആരുടെ ഫാനാണ്? വിജയ്. മാം ഇക്കയുടെ പേര് പറയാൻ വന്നതാണ്. വിജയ് ഫാനാണ് മാം. വിജയിനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? പിന്നെ അതൊക്കെ ഇത് ഭാഗ്യമാണല്ലോ. ഇവിടെ നമ്മൾ അഭിനയിച്ചില്ലേ? എനിക്കറിയാം. കാരണം ഞാനിങ്ങനെ ചോദിക്കുമ്പോഴേ നമ്മൾക്കൊക്കെ വിജയ് സൂര്യ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഭയങ്കര ഇതാണ്. പക്ഷെ നമ്മൾ എന്നിട്ട് കണ്ടിട്ടില്ലല്ലോ. ആ ഒരു എക്സൈറ്റ്മെന്റ് ചോദിക്കട്ടെ, കണ്ടിട്ടുണ്ടോ? കൊള്ളാം. എന്റെ ഫേസ്ബുക്കിലുണ്ട് ഫോട്ടോ, ഞാനും വിജയും. കണ്ടോ? ഇക്ക ആരുടെ ഫാനാണ് ശരിക്കും? ഞാനോ? രണ്ടുപേരും കമൽഹാസന്റെ ഫാനാണ്, മോഹൻലാൽ സാറിന്റെ ഫാനാണ്, അമിതാഭ് ബച്ചന്റെ ഫാനാണ്. നാളെ ഇന്ത്യൻ 2 ഇറങ്ങുവാണ്, റിലീസ്. ഇത് ഇന്ത്യൻ 2. അപ്പൊ ഫസ്റ്റ് ഡേ പോയി ചെന്നൈയിലുണ്ട്, നാളെ കാലത്ത് പോകും ചെന്നൈയിൽ. ആണോ? അവിടെ ഫസ്റ്റ് ഷോ കാണാൻ പോവോ? ആഗ്രഹം. എന്താണ് എക്സ്പെക്ടേഷൻ? ആ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പടമായിരുന്നു, അത്രത്തോളം അന്ന് ഭയങ്കര ആഘോഷിക്കപ്പെട്ട പടമാണ്. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേന് റിക്കേന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ? ബീങ് ആൻ ആക്ടർ, ഇത്രയും വർഷം അഭിനയിക്കുന്ന കാരണമുണ്ട്. പിന്നെ ഇന്ത്യയിൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഞാൻ എൻ്റെ തോട്ടാണ് പറയുന്നത്, മൈ തോട്ടാണ് പറയുന്നത്. എനിക്കൊരു തോട്ടുണ്ട്, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രസൻറ്റേഷൻ, ഇങ്ങനെയായിരിക്കും എന്ന് എനിക്കൊരിതുണ്ട്. സോ അതായിരിക്കും പടം എന്നൊരിതുണ്ട്. ഐ ഹാവ് തോട്ട്. അതിൽ ആ ഒരു ഇതിലാണ്. ബേസിക്കലി ഞാൻ ഏത് സിനിമ കാണാൻ പോലും ഞാൻ വളരെ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുള്ളൂ. എന്താണ്, വാട്ട് ഈസ് ഇറ്റ്? അത് മാക്സിമം എൻജോയ് ചെയ്യാം അല്ലേ അവിടെ നിന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അല്ലേ? യു ഗോ സീ ദ മൂവി ഫോർ എന്റർടൈൻമെന്റ്. നോക്കിയിട്ട് ഇങ്ങനെ വരണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി കുറെ ക്യാരക്ടേഴ്സ് ചെയ്തു ഇക്ക, ഇപ്പൊ വില്ലൻ റോൾ ചെയ്തു, നായകനായിട്ട് ചെയ്തു. ഇനി എന്തൊക്കെയാണ് ഇക്ക ചെയ്യണമെന്ന് ആഗ്രഹമുള്ള റോൾസ്? നല്ല കോമഡി. ഭയങ്കര കോമഡി സെൻസ് ഉണ്ട്, ഭയങ്കര കോമഡി സെൻസ്. സോ പീപ്പിൾ ഹാസ് ടു സീ ഹിം ഇൻ എ കോമഡി അവതാർ. വീട്ടിൽ ഫുൾ കോമഡിയാണോ? ഫുൾ കോമഡിയാണ്. ബിക്കോസ് ഞാനും കോമഡിയാണ്. ചിരിച്ച് കുറെ ചിരിക്കും. ആണോ? അങ്ങനെ ഏറ്റവും ഓർത്ത് ഫൺ മൊമെന്റ് ഏതായിരിക്കും? അങ്ങനെ പറയാൻ പറ്റില്ല. ആ സമയത്ത് സ്പോട്ടിൽ അടിക്കണമല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ് കോമഡി. നോട്ട് ഡ്രാമ ചെയ്തിട്ട് വരുന്നത്, സ്പോട്ടിൽ അടിക്കുന്നതാണ്. അങ്ങനെ ദാറ്റ് ഈസ് വിറ്റ്. ഓക്കെ. അപ്പൊ കട്ടക്കാണല്ലേ? ഓക്കെ. എനിവേ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മാം ആൻഡ് ഇക്ക. കാരണം ഇതുപോലൊരു എനിക്ക് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇക്കൊക്കെ. അപ്പൊ ഇന്ന് ഫുഡ് കഴിക്കാന്ന് പറയുമ്പോഴേ ഭയങ്കര സന്തോഷമുണ്ട്. ഇവർക്കും അതുപോലെ അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ? താങ്ക് യു പറയണ്ട, ഫ്രം ദ ഹാർട്ട് ആണ്. താങ്ക് യു പറഞ്ഞാൽ പോയി ഫ്രം ദ ഹാർട്ട്. കീപ് ഡൂയിങ് യുവർ വർക്ക്. താങ്ക് യു ഇക്ക, താങ്ക് യു സോ മച്ച്. താങ്ക് യു പറയുന്നില്ല, ലോട്ട്സ് ഓഫ് ലവ്, അൺകണ്ടീഷണൽ ലവ്.
ഓക്കെ, അപ്പൊ നമ്മൾ ഇക്കയുടെ ആഗ്രഹം പോലെ ഇവരെ 4 പേരെയും കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി അവർക്കൊപ്പം ഡിന്നർ കഴിച്ചു. അപ്പൊ എന്തായാലും ഇക്ക ഇതുപോലെ അടിച്ചു കയറിയിട്ട് ഒരുപാട് ഫിലിംസ് വരട്ടെ. അതുപോലെ എന്താ സോഷ്യൽ മീഡിയ ഇപ്പൊ മനസ്സിലായല്ലോ, സോഷ്യൽ മീഡിയ ഭയങ്കര കത്തി കയറുന്ന സാധനമാണെന്ന്. അപ്പൊ ഇനി ഒരുപാട് സാധനങ്ങൾ, നല്ല ഒരുപാട് പടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.